പ്രശാന്തേട്ട, ജമ്മു കാശ്മീർ വീണ്ടും അശാന്തമാവുകയാണ്. 2023 43 ഭീകരാക്രമണങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായി. ഇപ്പോൾ ഈ 2 മാസത്തിനിടെ, അതായത് ജൂൺ ജൂലൈ മാസത്തിലായിട്ട് 8 എണ്ണം. ഈ 2 മാസത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് 7 പേർക്ക്. പിടിയിലാകുന്ന, അല്ലെങ്കിൽ സൈന്യം ഔദ്യോഗികമായി പറയുന്നു, പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവർ, നുഴഞ്ഞു കയറി എത്തുന്നവരാണ് ഈ ആക്രമണം നടത്തുന്നത്. തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ ഇവർക്ക് സഹായം നൽകുന്നു. 24 പേരാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഉള്ളത്. പിടിച്ചെടുക്കുന്ന ആയുധങ്ങളെല്ലാം അമേരിക്കൻ നിർമ്മിതം, പിടിച്ചെടുക്കുന്ന വെടിയുണ്ടകൾ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സ്റ്റീൽ വെടിയുണ്ടകൾ. രാജ്യം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ? രാജ്യം യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ചില ആൾക്കാർ. ഇതിൻ്റെ പുറകിൽ ഇപ്പം പ്രധാനമായിട്ടും പാകിസ്ഥാനല്ല, പാകിസ്ഥാനുള്ള കരുത്തില്ല. പാകിസ്ഥാന് ഒരു യുദ്ധം നടത്തുവാനോ അല്ലെങ്കിൽ അതിന് ആളിനെ പറഞ്ഞു വിടുവാനുള്ള സാമ്പത്തിക സംവിധാനം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ദരിദ്രമായ അവസ്ഥ. സ്വന്തം രാജ്യത്തു നിന്ന് വിദേശ രാജ്യങ്ങളിൽ, സൗദിയും ഇറാൻ, ഇറാഖ് എന്നുള്ള രാജ്യങ്ങളിലേക്ക് കടന്നുപോയി ഭിക്ഷാടനത്തിന് നിൽക്കുന്ന ജനതയുള്ള രാജ്യമായിട്ട് മാറി പാകിസ്ഥാൻ. അതിനിപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ABC-യിലെ ടോക്ക് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കഴുതകളെ കയറ്റി വിടുന്നതല്ല, അവിടുന്ന് ആൾക്കാർ വേറെ രാജ്യങ്ങളിൽ ഭിക്ഷാടനത്തിന് പോകുന്നവരുടെ വിസ ക്യാൻസൽ ചെയ്യുകയും അങ്ങനെ പോകുന്നവരെ ജയിലിൽ പാർപ്പിക്കാൻ വേണ്ടി, അതായത് സൗദിയിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ അവിടുത്തെ രാജ്യത്ത് പള്ളികളുടെയും അവരുടെ പ്രദേശങ്ങളിലൊക്കെ ഭിക്ഷാടനത്തിന് ഇരിക്കുന്ന ഇവരാണ്. അവരെയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയുന്നൊന്നുമില്ല. അപ്പം മറ്റ് രാജ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഭിക്ഷാടകർ കൂടുന്നു, അത് അവർക്ക് നാണക്കേടാവുന്നു. മാത്രമല്ല അവരുടെ ജയിലുകൾ നിറയുന്നു. ഇത് ചൈനയുടെ നിർമ്മിതമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ 3ാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വളരെ ഭീകരമായിട്ടുള്ള റിയാസി എന്ന് പറയുന്ന സ്ഥലത്ത് തീർത്ഥാടകരെയും കൊണ്ട് കടന്നുപോയ ഒരു വണ്ടിയുടെ ഡ്രൈവർക്ക് വളരെ ദൂരെ നിന്ന് വെടിവെക്കാൻ പറ്റുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചാൽ 2 കിലോമീറ്റർ വരെ ദൂരെ നിന്ന് വെടിവെക്കാൻ പറ്റുന്ന തോക്കാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. വെടിവെച്ചു. വളരെ ദാരുണമായ സംഭവം ഉണ്ടായി. വെടിവെച്ച് വീണ വണ്ടിയിൽ അവർ മിസൈൽ ആക്രമണം നടത്തി. കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. ആ കുട്ടിയുടെ പടമൊക്കെ നമ്മൾ 2.5 വയസ്സുകാരുടെ പടം നമ്മൾ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം 5 ജവാന്മാർ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അത് കത്വയിൽ നിന്ന് ഉള്ളിലോട്ടുള്ള ഗ്രാമത്തിൽ 5 ജവാന്മാർ മരിച്ചത്. ആ ജവാന്മാർ മരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് അവിടെ 4 ആക്രമണം നടന്നിട്ടുണ്ട്. അത് ആരും മരിക്കാത്തതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഇതിൻ്റെ പുറകിൽ പരിശോധിക്കുമ്പോൾ ശ്യാം പറഞ്ഞതുപോലെ ഈ പിടിച്ചവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആയുധങ്ങൾ മൊത്തം ചൈനയുടേതാണ്. അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞതുപോലുള്ള വളരെ ദൂരെ നിന്ന് ആക്രമിക്കാൻ പറ്റുന്ന തോക്കുകൾ, ഏറ്റവും ആധുനിക സംവിധാനത്തിലുള്ള തോക്കുകൾ. കാരണം ഈ തോക്കുകൾ നമ്മൾ ഇന്ത്യയും അമേരിക്കയും റഷ്യയും പോലെ ഉള്ള രാജ്യത്തെ ഈ തോക്കുകൾ ഉപയോഗിക്കുന്നത് അവിടെ ഏറ്റവും നമ്പർ 1 ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പട്ടാളക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ പട്ടാളക്കാർ. ആ സൈസുള്ള ഒരു 50 പേരെയോ അതിനപ്പുറമുള്ള ആൾക്കാരെ ഇന്ത്യയിൽ കടത്തി വിട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്. അതിനകത്ത് കുറേ പേരെ പിടിച്ചവരിൽ നിന്നാണ് ഇത്രയും പേരുണ്ട്. ഇവർ ആ കാടുകളിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പട്ടാളക്കാരെയും പ്രദേശവാസികളെയും പട്ടാളം പോകുമ്പോഴൊക്കെ വെടിവെക്കണം. വളരെ ദൂരെ നിന്നായതുകൊണ്ട് വളരെ പാടാണ്. അപ്പോൾ കാടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലെ ഒരു റീച്ചുള്ള ഇത്രയും അടുത്ത് പോലും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത തിക്കായ ഫോറസ്റ്റാണ്. ചെങ്കുത്തായ മലനിരകളാണ് ജമ്മുവിൽ. നമ്മൾ 4 വർഷം മുമ്പ്, ഇതിനുള്ള കാരണമെന്ന് പറയുമ്പോൾ 4 വർഷം മുമ്പ് ഗൽവാനിൽ നടന്ന ഒരു ആക്രമണം ഓർമ്മയുണ്ടോ? നമ്മൾ അതിർത്തി സംബന്ധമായിട്ട് ചൈന നമ്മുടെ അതിർത്തിയിലോട്ട് കടന്നു കയറാൻ ശ്രമിക്കുകയും നമ്മുടെ പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാവുകയും നമ്മുടെ പട്ടാളക്കാർ ചൈനീസ് പട്ടാളത്തിൻ്റെ കഴുത്തൊടിച്ച് ഏതാണ്ടൊരു നമ്മുടെ 20 പട്ടാളക്കാർ, 20 പേരും അവരുടെ 5 പേര്, 5 100ൽ അപ്പുറം ആൾക്കാർ പുറത്തു വന്ന കണക്ക് അവർ 40 പേരുടെ കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. 100-നപ്പുറം പട്ടാളക്കാർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാരണം ഇന്ത്യൻ പട്ടാളത്തോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ത്യൻ പട്ടാളത്തിൽ വളരെ വിദഗ്ധമായിട്ട് കഴുത്തൊടിച്ച് കളയുന്ന ആ ടെക്നിക്ക് അറിയാവുന്ന പട്ടാളക്കാരെയാണ് അവിടെ ഇവർക്ക് 2 പേർക്കും ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല. ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴുത്തൊടിച്ച്. മാത്രമല്ല നമ്മുടെ പട്ടാളക്കാർക്ക് നീളക്കൂടുതൽ, അവർക്ക് നീളക്കുറവ്. കഴുത്തൊടിച്ച്. അപ്പം അതിനകത്ത് ചൈനയ്ക്ക് വളരെ വലിയ ഒരു ക്ഷീണം സംഭവിക്കുകയും മാത്രവുമല്ല അതിനുശേഷം ഇന്ത്യയുടെ അതിർത്തിയിലെങ്ങും കടന്നുകയറ്റം ചൈനയ്ക്ക് സാധ്യമായിട്ടില്ല. അവിടെ അതിർത്തിയിൽ വരച്ചിട്ടിരിക്കുന്ന അതിർത്തിയിൽ നിൽക്കുന്നതല്ല, അത് വേറെ ഒന്നും. പിന്നെ പടം വരച്ച് കാണിക്കുകയും അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പേര് മാറ്റിയിടുകയൊക്കെ ചെയ്യുന്ന പ്രസ്താവനകൾക്കപ്പുറം
ചൈനയ്ക്ക് ആ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു കയറാനോ അതിർത്തിയിൽ എന്തെങ്കിലും കാണിക്കുവാനോ സാധ്യമാകുന്നില്ല. കാരണം നമ്മൾ അതുപോലെ പട്ടാളക്കാരെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അപ്പം ഈ പട്ടാളക്കാരെ അവരുടെ അതിർത്തിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ശ്യാം ചോദിച്ചാൽ യുദ്ധം ഉണ്ടാകുമോ എന്ന്. യുദ്ധം ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നില്ല. ഇപ്പം അതിർത്തിയിലല്ല, പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലല്ല യുദ്ധം നടക്കുന്നത്, ഇന്ത്യക്കകത്താണ്, ജമ്മുവിൽ. ഇവർ മൊത്തം ഇന്ത്യക്കകത്താണ്. അപ്പം അതിർത്തിയിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ മാത്രമേ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം നടക്കുമെന്ന് പറയാൻ ഒക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്താണ്. ഇവരെ നമ്മൾ ഈ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ പാകിസ്ഥാനുമായിട്ട് പോവുകയും യുദ്ധം ഉണ്ടാവുകയും പാകിസ്ഥാനൊന്നും നഷ്ടപ്പെടാനില്ല. ആ സമയത്ത് നമ്മളുടെ ബാക്കിയുള്ള ചൈന ഇന്ത്യ ബോർഡറിലുള്ള പട്ടാളക്കാരെ ഈ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വരുമ്പോൾ ആ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാർ മാറി വരുന്ന സമയത്ത് ചൈനയ്ക്ക് സാധ്യമാകുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കടന്നുകയറ്റങ്ങൾ ഒക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഓപ്പറേഷൻ എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പം ആ ഒരു ഓപ്പറേഷൻ ഇപ്പം പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് കൂലിക്ക് പട്ടാളക്കാരെ ഉൾപ്പെടെ വാങ്ങി ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈന. ഇപ്പം പാകിസ്ഥാൻ അത് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലും സഹായം വേണമെങ്കിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ചൈനയുടെയൊക്കെ കാല് നക്കി മാത്രം. അതായത് ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യത്തിന്റെ സാമ്പത്തിക അസ്ഥിരത ചൈന ഉപയോഗിക്കുന്നു നമുക്കെതിരെ. അതെ, അതാണ് പറഞ്ഞു വന്നത്. ചൈന ഉപയോഗിക്കുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത അല്ലെങ്കിൽ ആരും സഹായിക്കാൻ മാർഗമില്ലാത്ത ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഭീകരരെ മാത്രമായിട്ടുള്ള ഒരു രാജ്യം. കാരണം ഒന്നിനും കൊള്ളാത്ത രാജ്യം, ഭരണസ്ഥിരതയില്ലാത്ത രാജ്യം. കുറേ പ്രദേശങ്ങൾ ഭീകരർ ഭരിക്കുന്നു, കുറേ പ്രദേശങ്ങൾ പട്ടാളക്കാർ ഭരിക്കുന്നു, കുറേ പ്രദേശങ്ങൾ രാഷ്ട്രീയക്കാർ ഭരിക്കുന്നു. അപ്പോൾ ഇത് യാതൊരു അസ്ഥിരതയുമില്ലാത്ത ആ രാജ്യം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത രാജ്യം. ആ രാജ്യത്തിനും പ്രയോജനമില്ല, മറ്റ് രാജ്യങ്ങൾക്കും പ്രയോജനമില്ല, ഉപദ്രവം മാത്രം. ഇതുപോലെ ചൈനയ്ക്ക് ആ സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ ചൈന അവിടെ കടന്നു കയറിയിരിക്കുന്നത് നമ്മളെ ആക്രമിക്കും. നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് അമേരിക്ക പോലെ ചൈനയാണ്. മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അമേരിക്ക പോലെ ചൈന എന്ന് പറയുമ്പോൾ നമ്മളെ ആക്രമിക്കുന്നതിനകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ വെടിക്കോപ്പുകളോ അല്ലെങ്കിൽ യുദ്ധസാമഗ്രികളോ ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സഹായം ഉണ്ടാകാം. മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് സ്നേഹത്തെ പോകുന്നുണ്ടെങ്കിലും നേരത്തെ ഇരുന്ന പ്രസിഡൻറ്റിൻ്റെ അത്ര താല്പര്യമൊന്നും നമ്മളോടില്ല. അപ്പോൾ ചൈനയോട് ചേർന്നുകൊണ്ട് വന്ന് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന ഇപ്പം ഉപയോഗിക്കുന്ന ഫോണുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകതരം ഫോണുകളാണ്, ചൈന നിർമ്മിത പ്രത്യേകതരം ഫോണുകൾ. ഈ ഫോണുകളുടെ നിയന്ത്രണം മൊത്തവും അവരുടെ സാറ്റലൈറ്റ് മുഖേനയാണ് നിയന്ത്രിക്കുന്നത്, ചൈനയുടെ സാറ്റലൈറ്റ് മുഖേന നിയന്ത്രിക്കുന്നത്. അവരുടെ പട്ടാളത്തിൻ്റെ അവിടുന്ന് നിയന്ത്രിക്കുന്ന ഫോണുകളാണ് കൊടുത്തിരിക്കുന്ന ഫോണുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ സംവിധാനത്തിലുള്ള ഫോണുകളല്ല. അവരുടെ പ്രത്യേക നിയന്ത്രണത്തിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഫോണുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആ ഫോണിൻ്റെ പ്രത്യേകത പരസ്പരം വിളിക്കാനൊന്നും പറ്റത്തില്ല. അവരുടെ പട്ടാള ക്യാമ്പിൽ നിന്ന് ഈ ഫോണിലേക്ക് ബന്ധപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം, സെൽഫോണുമായിട്ട് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ഒരു ഫോണാണ് ആ ഫോൺ. അപ്പോൾ ഈ പിടിച്ചെടുക്കുന്ന സാധനം നമ്മൾ ഭീകരരെ പിടിച്ചെടുക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെടിക്കോപ്പുകളായാലും വെടിയുണ്ടകളായാലും ഉപയോഗിക്കുന്ന തോക്കുകളായാലും ഫോണുകളായാലും ഇതെല്ലാം ചൈനക്കാരുടെയാണ്. പറഞ്ഞത് സൈന്യത്തെ കോട്ട് ചെയ്തുകൊണ്ടൊരു ദേശീയ മാധ്യമം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം ഇങ്ങനെയായിരിക്കും: പീർ പഞ്ചാലിന് തെക്കോട്ടുള്ള മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജനസംഖ്യാപരമായ സവിശേഷതകളും ഭീകരർ മിന്നലാക്രമണങ്ങൾക്ക് ഈ പ്രദേശം ലക്ഷ്യമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ജമ്മു മേഖലയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് എന്നത് ഇവരെ ഭീകരർ ലക്ഷ്യം വെക്കുന്നു. അതിപ്പോൾ അതിനകത്ത് പറയണ്ടല്ലോ, നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. ഇവിടെ രണ്ടിടത്തും ജമ്മുവിൽ ഹിന്ദുക്കളും കാശ്മീരിൽ മുസ്ലിങ്ങളും. ഹിന്ദുക്കളുള്ള പ്രദേശത്താണ് അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം അതാണല്ലോ. ഹിന്ദുക്കളുള്ള പ്രദേശത്ത് നേരത്തെ അവിടുത്തെ ഹിന്ദുക്കളെ പലായനം ചെയ്യിച്ചതും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കകത്തും എല്ലാം പാകിസ്ഥാന് ബെനസീർ ഭൂട്ടോയുടെ കാലം തൊട്ടേ പങ്കുള്ളതും. അപ്പം അതിന് ശേഷം നടക്കുന്ന ആക്രമണങ്ങൾക്കകത്തല്ല ഹിന്ദുക്കളെയാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. മുസ്ലിങ്ങളും അതിനകത്ത് ഈ ചില കാര്യങ്ങൾക്കകത്ത് അവർ ഈ ചില ഓപ്പറേഷൻസിനകത്ത് അവർ ഉൾപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഈ പ്രധാനമായ ടാർഗറ്റ് ഈ പറഞ്ഞ ജമ്മു പ്രദേശത്തുള്ള ഹിന്ദുക്കളെ തന്നെയാണ് അതിൻ്റെ തോന്നുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞത് അൾട്രാസെറ്റ് എന്ന് പറയുന്ന ഈ ഫോണും മറ്റ് സംവിധാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ പലവട്ടം ആദ്യത്തെ പല റെയ്ഡുകളും ജമ്മുവിൽ നടത്തുമ്പോൾ കിട്ടുന്നതിനകത്ത് നമ്മൾ ഈ സാമഗ്രികൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പം വീണ്ടും റെയ്ഡ് നടത്തുമ്പോഴെല്ലാം ചൈനയുടെ സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ചൈനയുടെ വെടിക്കോപ്പുകളാണ് കിട്ടുന്നത്. ചൈനയുടെ സഹായം വ്യക്തമാക്കുന്നത് അതാണ് ഈ ഇവിടുത്തെ ഒരു മേജർ പറയുന്നത്, ഒരു കമാൻഡർ പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ദേശീയ മാധ്യമം പറഞ്ഞിരിക്കുന്നത് റാണ പ്രതാപ് കലിതയാണ് പറഞ്ഞിരിക്കുന്നത്.
കമാൻഡറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവർ കയറി വരുമ്പോൾ ആയുധവും ഇല്ലാതെയാണ് ഇവർ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇവർ ജമ്മുവിലേക്ക് കടക്കുന്നത്. ഇവിടെ നിന്ന് ഇവർക്ക് ആയുധ സപ്ലൈ അല്ല, ഇവിടെ നിന്ന് ആയുധം സപ്ലൈ ചെയ്യുന്നതല്ല. ഇപ്പം ഏറ്റവും അവസാനം ഇപ്പം IB റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആളില്ലാത്ത വിമാനങ്ങൾ ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുന്നത് ചൈനയുടെയാണ്. നമ്മുടെ ഈ പട്ടാളക്കാരുടെ നിരീക്ഷണം പഠിക്കുന്നതിന് വേണ്ടി അവർ ഡ്രോണുകൾ ഇതെല്ലാം ചൈനയുടെ. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സഹായമുണ്ട്. ഞാനീ പറഞ്ഞത് ഇവിടെ 3ാം തവണയും മോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഫണ്ട് ചെയ്ത് ഈ പ്രാവശ്യം ചൈനയാണ്. ഈ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്ത ചൈന, അല്ലെങ്കിൽ അധികാരത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് ചൈന ഫണ്ട് ചെയ്തിട്ടുണ്ട്. IB റിപ്പോർട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കയറ്റിവിട്ട ഈ ഭീകരവാദികളാണ് ഇപ്പം കാശ്മീരിൽ നിൽക്കുന്നത്. അവർക്ക് നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ കൂടുതൽ കൊണ്ടും അല്ലെങ്കിൽ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയതുകൊണ്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധിച്ചില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധിക്കാത്തതിനകത്താണ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ റിയാസിലൊന്ന് അത് നടത്തിയത്. അതിനുശേഷം ഇപ്പം കുറച്ച് ഭീകരരെ നമ്മൾ വകവരുത്തിയിട്ടുണ്ട്. എന്നാലും ഒരു 15-20 പേര് അവശേഷിക്കുന്നു എന്നാണ് IB റിപ്പോർട്ട്. ഈ 15-20 പേരെന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഏറ്റവും നല്ലതുപോലെ ട്രെയിൻഡ്, ഈ ട്രെയിനിങ് വരെ ചൈനയിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയത്തിൽ വരുന്നത്. അപ്പോൾ ഒരു 10-100 പട്ടാളക്കാർക്ക്, സാധാരണ പട്ടാളക്കാർക്കോ അല്ലെങ്കിൽ 150 സാധാരണ പട്ടാളക്കാർക്കോ അപ്പുറം നിൽക്കുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അതായത് ഏറ്റവും വലിയ നമ്മൾ ഈ പറയത്തില്ലേ കമാൻഡോ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആൾക്കാർ, തീവ്രവാദ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന അതിലുള്ള ആൾക്കാരാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അത് 20 എണ്ണം എന്ന് പറഞ്ഞാൽ പിന്നെ ഡേഞ്ചറാണ്. മനസ്സിലായില്ല? വളരെ നമുക്ക് കാണാൻ പറ്റാത്ത മേഖലയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് പട്ടാളത്തിൻ്റെ വണ്ടി പോകുമ്പോഴും അല്ലെങ്കിൽ സാധാരണക്കാരനെയൊക്കെ വെടിവെച്ചിടാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പം അതിൻ്റെ ഓപ്പറേഷൻ്റെ പുറകിൽ ചൈന തന്നെയാണ്. കാരണം ഇതിനകത്ത് രണ്ടുണ്ട്. 1 മാസമായി ഇതേ ഉള്ളൂ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ആ ഗവൺമെൻറ്റിൻ്റെ സുസ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനോ അല്ലെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനത്തിനോ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത് ബുദ്ധിമുട്ടാണ്. അതേ ഇറിറ്റേഷൻസ് പ്രതിപക്ഷ കക്ഷികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നത്. ജമ്മു കാശ്മീരിൽ ഒരു അപകടം നടക്കുന്നതിനകത്ത് അപലപിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളില്ല. അതിന് ആരാണെന്ന് പാകിസ്ഥാനെ കുറ്റം പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളില്ല, ചൈനയെ കുറ്റം പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളില്ല. കാരണം ഈ ജമ്മു കാശ്മീരിൽ കയറി ആക്രമണം നടത്തുന്ന ഭീകരവാദികളും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരേ ആൾക്കാരുടെ ഫണ്ട് പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ദുഃഖകരമായിട്ടുള്ള സംഭവം. ജൂലൈ 8 കത്വയിലെ മച്ചേഡിയിലാണ് 5 സൈനികർ വെടിയേറ്റ് മരിക്കുന്നത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതാണ്: മോദി അദ്ദേഹത്തിന്റെ വിജയത്തിൽ മേനി പറഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ എവിടെയും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ ഇലക്ഷൻ സമയത്ത് പാകിസ്ഥാനിലെ മുൻ മന്ത്രിമാരും പാകിസ്ഥാനിലെ മന്ത്രിമാരും ഒക്കെ ഫേസ്ബുക്കിലും അല്ലെ എക്സിലും ട്വിറ്ററിലും ഒക്കെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. കാരണം പാകിസ്ഥാന്റെ അജണ്ടകൾ ലോക രാജ്യങ്ങളുടെ ചൈനയുടെയൊക്കെ അജണ്ട അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അവർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് വിഘടനവാദികളെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിരുത്തി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. വിഘടനവാദികളെ കൈ കൊടുത്തുകൊണ്ടിരുന്നത്. വിഘടനവാദികൾ ഇഷ്ടത്തിന് കാശ്മീരിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ശത്രു രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ കടന്നു കയറാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ മത്സരിക്കുന്ന രാജ്യങ്ങൾക്ക് ഇവിടെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ കഴിയുന്നില്ല. അതിനുള്ള അവസരം ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിനപ്പുറം ഇന്ത്യയുടേതാണെന്നും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ കരുതുന്ന ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥയാണ് ഈ പറഞ്ഞതുപോലെ. ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകളുടെ ഫണ്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ ചൈനയുടെ ഫണ്ടുണ്ട്, അതുപോലെ അമേരിക്കയുടെ ഫണ്ടുണ്ട്, ജർമ്മനിയുടെ ഫണ്ടുണ്ട്. അതായത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുന്ന യുദ്ധം ഇപ്പോൾ പാകിസ്ഥാനിൽ അതിർത്തിയിലല്ല, ഇന്ത്യയിലേക്കകത്ത് കാശ്മീരിൽ നടക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ പാകിസ്ഥാനികളല്ല ചെയ്യുന്നത്. പാകിസ്ഥാനിലെ കൂലിപ്പട്ടാളത്തെ വെച്ച്, അതായത് കൂലിക്കെടുത്ത ആളിനെ വെച്ചിട്ട് ചൈന നടത്തുന്ന യുദ്ധമാണ്. അതിനകത്ത് ചൈനയ്ക്ക് വളരെ വലിയ താല്പര്യങ്ങളുണ്ട്. ചൈനയ്ക്ക് വളരെ വലിയ കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് ചെയ്യാനുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആൾക്കാർ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, ശ്യാം ഉൾപ്പെടെ ആശങ്ക പറയുന്നുണ്ടല്ലോ, നിസ്സാരമായിട്ട് തിരിച്ചടിച്ചൂടെ. നമ്മൾ പാകിസ്ഥാനെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ തിരിച്ചടിക്ക് വേണ്ടിയാണ് ഈ കോപ്പുകൂട്ടൽ. ആ തിരിച്ചടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ, തകർന്നിരിക്കുന്ന ഒരുത്തിനെ തകർത്തിട്ടൊന്നും സാധിക്കുകയാണ്. ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ അതിർത്തി പ്രദേശങ്ങൾ കൈയേറുന്നതിനും വേറെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമൊക്കെ ചൈന തയ്യാറായി നിൽക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് എടുത്തുചാട്ടത്തിന് ഇപ്പം ഇന്ത്യ നിൽക്കാതെ ഇരിക്കുന്നത്. അവസാനമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ജനുവരി 12 പൂഞ്ചിൽ ഭീകരർ സൈന്യത്തിൻ്റെ കോൺവോയ്ക്ക് നേരെ വെടിവെച്ചു.
4 മെയ്യിൽ പൂഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കോൺവേയ്ക്ക് നേരെ വെടിവെച്ചു. അതിലൊരു ജവാൻ കൊല്ലപ്പെട്ടു. 11 ജൂണിൽ 5 സൈനികർ മച്ചേടിയിൽ പരിക്കേറ്റു. ജൂണിൽ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് കൊല്ലപ്പെട്ടു. ജൂലൈ 8 5 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവങ്ങളിലൊന്നും രാഹുൽ ഗാന്ധി ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. പാകിസ്ഥാനെ കുറ്റപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റത്തില്ല. കാരണം ശ്യാമിൻ്റെ അച്ഛനും അമ്മയും ശ്യാമിന് കുറ്റം പറയാനൊക്കത്തില്ല. ശ്യാമിൻ്റെ അച്ഛനും അമ്മയാണ് ശ്യാമിനെ ഇത്രയും വളർത്തത്, അല്ലെങ്കിൽ ഇപ്പോഴും ഭക്ഷണം തരുന്നത്, നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനെ കുറ്റം പറയാനൊക്കത്തില്ല, ചൈനയെ കുറ്റം പറയാനൊക്കത്തില്ല. ഇവിടുത്തെ നമ്മുടെ ശത്രു രാജ്യങ്ങളാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഈ ഇലക്ഷൻ ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പം അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ആക്കിയത് ഇസ്ലാമിസ്റ്റുകളാണ് ഒരു പരിധിവരെ. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല, നമ്മുടെ രാജ്യത്തിനപ്പുറത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ മാത്രമേ കുറ്റപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. അത് മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി.